എടി പുഷ് പുഷ്. എന്നോട് പറ്റണില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെ? നീ നല്ലോണം ഒന്ന് ട്രൈ ചെയ്യ. പുഷ്. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. എന്നാ പിന്നെ നീ ഒരു കാര്യം ഇങ്ങോട്ട് മാറിയില്ല, ഞാൻ കയറി കിടക്കാം. തമാശ പറയാതെ കൊച്ചിനെങ്കിലും പുറത്തെടുക്ക്. എടി അതല്ലേടി ഞാൻ പറഞ്ഞത്, നീ പുഷ് ചെയ്യ്. അങ്ങനെ തന്നെ ഇപ്പോഴാണെങ്കിൽ ഇപ്പോഴത്തെ വേദന ഒന്ന് അനുഭവിച്ചാൽ മതി. ഇനിയിപ്പോ ഡോക്ടർമാര് വന്ന് കയറി എടുക്കേണ്ടി വരും. അങ്ങനെ പറയരുത്. ഞാനും കൂടെ വേണമെങ്കിൽ പുഷ് ചെയ്യാം. വാ. മനുവേട്ടാ, മനുവേട്ടാ, എന്താ എല്ലാം ഒപ്പിച്ചിട്ട് നാളെ ഇങ്ങനെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലോ. ബാക്കിയുള്ളവരോട് പേടിച്ച് ചാവാറായി. എടി നീ ഇങ്ങനെ പേടിക്കരുതേ. ഇങ്ങനെ ഇപ്പൊ പേടിച്ച കൊച്ചിനാണ് അതിന്റെ ദോഷം കേട്ടോ. കൊച്ചിന്റെ ദോഷമാണ് നിങ്ങളുടെ പ്രശ്നം. അതും ഇതുവരെ കാണാത്ത ഈ കൊച്ചിനോട്. എനിക്കെന്തായാലും നിങ്ങൾക്കൊരു പ്രശ്നമില്ല. എന്റെ പൊന്നെ, നീ ഇപ്പൊ എന്തിനാണ് എന്നെ വിളിച്ചത്? മാങ്ങ പറിക്കാനാണോ? എനിക്കൊരു മാങ്ങയും വേണ്ട. അപ്പൊ പിന്നെ മസാല ദോശ ആയിരിക്കും. ഇപ്പൊ ഒരിടത്തും മസാല ദോശ കിട്ടൂല. നാളെ രാവിലെ ആയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഒന്ന് ഉറങ്ങിക്കോട്ടെ പ്ലീസ്. എനിക്ക് പ്രസവിക്കാൻ പേടിയാവുന്നു. പേടിയാണെന്നാ? എടി ഈ പറച്ചില്ലേ നീ ഗർഭിണിയാണെന്ന് അറിഞ്ഞു തൊട്ട് പറയാൻ തുടങ്ങിയതാണ്. എടി നീ അല്ല ലോകത്ത് ആദ്യമായിട്ട് പ്രസവിക്കാൻ പോണ പെണ്ണ്. നീ ചുമ്മാ അതും ഇതും ആലോചിച്ച് BP വിട്ടാതെ കിടന്നുറങ്ങാൻ നോക്ക്. എനിക്ക് നാളെ രാവിലെ ഓഫീസിൽ പോകാനുള്ളത്. എന്റെ കിന്നാരം കണ്ടോണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. കാണില്ല. അപ്പൊ നിങ്ങൾക്ക് സമയമൊന്നും കാണില്ലല്ലോ. ഗർഭിണിയായ ഇങ്ങനെ മൂഡ് സ്വിങ്സ് വരും. മോളെ ദിവ്യേ, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഛർദിലൊക്കെ മാറിയോ? നീ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ടോ? എന്ത് ഭക്ഷണം? എല്ലാം ഞാൻ തന്നെയല്ലേ ഉണ്ടാക്കണേ. അതുകൊണ്ട് ഒന്നും ആസ്വദിച്ച് അങ്ങോട്ട് കഴിക്കാൻ പറ്റണില്ല. എന്ത് മനു നിന്നെ ഹെൽപ്പ് ചെയ്യൂലേ? കൊള്ളാം. ആൾക്ക് എപ്പോഴും ജോലി അത് മാത്രമേ ഉള്ളൂ. പിന്നെ പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിക്കണതൊക്കെ കെമിക്കലാന്ന് പറഞ്ഞു അതും മനസ്സിലില്ല. അതുകൊണ്ട് ഫുഡ് കഴിപ്പൊക്കെ കണക്കാം. പ്രസവത്തിന്റെ ചിലവൊക്കെ മനു തന്നെ നോക്കണ്ടേ. ഒളിച്ചോടി കല്യാണം കഴിച്ചുകൊണ്ട് എൻ്റെ വീട്ടുകാർ സഹകരണമൊന്നും ഉണ്ടാവില്ല. പിന്നെ മനു എടുത്തു ചാടി ഈ കല്യാണമൊക്കെ നടത്തിയോണ്ട് അച്ഛൻ്റെ സഹായം ചോദിച്ച് മനു അങ്ങോട്ടും ചെല്ലില്ല. എടീ, നീ ഒരു കാര്യം ആലോചിക്കണം. ഇത് നിന്റെ ഫസ്റ്റ് ഡെലിവറിയാണ്. അവന്റെ അടുത്ത് കുറച്ച് സമയം നിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ തന്നെ പറയണം. എന്തായാലും നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ഈ ഗർഭസമയത്ത് ആരോഗ്യം ശ്രദ്ധിക്കണം. നല്ല ഭക്ഷണം കഴിക്കണം. സ്ട്രെസ് പാടില്ല. സന്തോഷം വേണം. ഇതൊക്കെ നിനക്ക് അറിഞ്ഞൂടെ? ഇതൊക്കെ പറഞ്ഞാൽ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് മിണ്ടണ്ടേ. പിന്നെ മനുവിനാണെങ്കിൽ അമ്മയുമില്ല. മനുവിന് ഇതൊന്നും അറിയില്ല. ഇപ്പോൾ എൻ്റെ അമ്മേനെ വല്ലാതെ അങ്ങോട്ട് മിസ് ചെയ്യണം. നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നീ മനുവായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയത്തക്ക പ്രശ്നമൊന്നുമില്ല. പക്ഷെ മനുവിനെ പണ്ടത്തെ പോലെ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. എനിക്ക് വേണ്ടി സമയം കണ്ടെത്താറില്ല. അപ്പച്ചിക്കറിയോ, പ്രസവിക്കാനുള്ള പേടി കാരണം ഞാൻ ചില രാത്രിയൊന്നും ഉറങ്ങാറ് പോലുമില്ല. ഈ വയറിൽ കിടക്കുന്ന കൊച്ചിനെ ഇങ്ങനെ പുറത്തെടുക്കുന്ന ആലോചിച്ചിട്ട് എനിക്ക് ചില ദിവസം ഭ്രാന്തനെ എടുക്കും. ഞാൻ എങ്ങനെ ആ വേദന സഹിക്കും? എനിക്ക് ഒരു അമ്മയോട് ചോദിക്കാനുള്ള കുറെ സംശയങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ എനിക്ക് ആരാ തീർത്തു തരാ? അപ്പച്ചി എനിക്കൊരു സഹായം ചെയ്തു തരുമോ? അമ്മേനെ കാണുമ്പോ ഒന്ന് പറയോ? ഞാൻ ചിലപ്പോ ഗർഭിണിയാന്ന് പറഞ്ഞ അമ്മ തിരിച്ചു വന്നാലോ, എൻ്റെ അടുത്ത് സംസാരിച്ചാലോ? ഞാൻ കഴിഞ്ഞ ദിവസം അവരെ കണ്ടിരുന്നു. ഞാൻ നിന്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഞാൻ മനുവിന്റെ അപ്പച്ചി ആയതുകൊണ്ട് അവർക്ക് എന്നോട് സംസാരിക്കാൻ പോലും ഇഷ്ടമല്ലായിരുന്നു. നിന്റെ അച്ഛനാണെങ്കിൽ ഒരുപാട് എന്നോട് ദേഷ്യപ്പെട്ടു. അച്ഛനമ്മയ്ക്കും ഇപ്പോഴെന്നോട് വെറുപ്പായിരിക്കും. നീ വിഷമിക്കാതെ. നിനക്ക് കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഇതെല്ലാ വിഷമവും മാറും. അവർ കാണാൻ വരും.
സന്തോഷത്തോടുകൂടി ഇരിക്കും. നല്ലത് വരും കേട്ടോ. അയ്യോ അമ്മേ, കാല്. എന്തോടി നീ എന്തിനു കിടന്ന് വിളിച്ചത്? കാല്. ഇതിനാണ് ഈ കിടന്ന് അലമുറ ഇട്ടത്? എന്താ കാലടിച്ച വേദനക്കില്ലേ? എടി ഇതൊക്കെ ഒരു വേദനയാണ്. ഒരു 2-3 മാസം കൂടെ കഴിഞ്ഞാൽ നീ ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കേണ്ട പെണ്ണല്ലേ? ഇന്നലെ കൂടെ ഒരു റീൽ കണ്ടപ്പോൾ കേട്ടതാണ്, ഈ പ്രസവിക്കുമ്പോൾ ഒരുമിച്ച് എല്ലുകൾ പൊട്ടണ വേദനയാണെന്നാണ് അറിഞ്ഞത്. അതേ മനു, ആകെ ഞാൻ പേടിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ എല്ലിൻ്റെ കഥയും കൊണ്ട് വരല്ലേ. നീ കുറെ പ്രസവിച്ചത് തന്നെ. ഡെലിവറി റൂമിൽ ഒരുപാട് ആൾക്കാർ കാണാം മനു. ഒരു 10 പേരൊക്കെ കാണുമായിരിക്കും. അവരുടെ മുന്നിൽ ഞാൻ തുണിയൊക്കെ മാറ്റി കിടക്കണ്ടേ? അല്ല, അവര് മാറി നിന്ന് തരും. നീ കൊച്ചിനെ എടുത്തിട്ട് അവരെ കൈ കൊടുത്താൽ മതി. ഓക്കെ ആണോ? മനു, തമാശക്ക് വിട്. നമുക്ക് എൻ്റെ വീട് വരെ ഒന്ന് പോയാലോ? എന്നിട്ട് അമ്മയുടെ അടുത്തൊന്ന് വരാൻ പറഞ്ഞാലോ? ഇപ്പോൾ പ്രസവമൊക്കെ അടുത്തിരിക്കല്ലേ, അമ്മ എന്തായാലും വന്ന് നിൽക്കുന്നു തോന്നണം എനിക്ക്. അത് വേണ്ട എടി, നിന്റെ വീട്ടുകാർക്ക് നമ്മുടെ അടുത്ത് പകയാണ്. ഇനി ഡെലിവറിക്ക് നോക്കാൻ ആളാണെങ്കിൽ ഞാൻ ഒരു ആയ അറേഞ്ച് ചെയ്യണുണ്ട്. അതിനാണ് ഞാൻ ഈ ഓവർ ടൈം എടുത്ത് സമ്പാദിക്കണം. അതുകൊണ്ട് അത് വേണ്ട. അമ്മേനെ വിളിച്ചാലോ? കട്ട് ചെയ്തോ? അച്ഛനോ? കേറിയോ അച്ഛാ? മോളുടെ മുഖത്ത് ആകെ ഒരു ക്ഷീണമാണല്ലോ, എന്താ വയ്യേ? അങ്ങനെയൊന്നുമില്ല. അച്ഛനെപ്പോ എത്തി? ഞാൻ ഇപ്പോൾ വന്നേ ഉള്ളൂ. മോൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വന്നു. നേരത്തെ ഞാൻ ഒരു ഫയൽ എടുക്കാൻ വന്നതാ. പിന്നെ ഇന്ന് രാത്രി ഞാൻ വരത്തില്ല, നൈറ്റ് ഷിഫ്റ്റ് എടുത്ത ഓഫീസിൽ. അയ്യോ, അപ്പൊ ഞാൻ ഒറ്റയ്ക്കോ? അത് മാത്രല്ല, നാളെ ചെക്കപ്പ് ഒക്കെ ഉള്ളതാ. അയ്യോ, ചെക്കപ്പിൻ്റെ കാര്യം ഞാൻ മറന്നുമല്ല. നീ ഒരു കാര്യം ചെയ്യും, നാളെ ചെക്കപ്പിന് പൊയ്ക്കോ. ഞാൻ ഓഫീസിൽ വാക്ക് പറഞ്ഞതാ, ഇനി അത് മാറ്റാൻ പറ്റില്ല. ഞാൻ അരുണിൻ്റെ ഓട്ടോ ഏർപ്പാട് ചെയ്ത് തരാം. അതെങ്ങനെയാ ശരിയാവുന്നേ? ഇഞ്ചക്ഷൻ ഒക്കെ ഉള്ളതാ. പിന്നെ മാത്രല്ല വല്ല ടെസ്റ്റ് ഒക്കെ പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യും? എൻ്റെ ദിവ്യ, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നടക്കുള്ളൂ. നീ വഴക്കിട്ടില്ല, അവളെ ഞാൻ കൊണ്ടുപോയിക്കോളാം, നീ പൊയ്ക്കോ. ഓക്കെ അച്ഛാ. അതെ, എനിക്ക് പ്രഗ്നൻസി ആയിട്ട് മുന്നോട്ട് പോകാൻ ഒരു താല്പര്യമില്ല. എടി, നീ ഇതെന്തോന്നൊക്കെ പറയണത്? അബോർഷനൊക്കെ ചെയ്യാനുള്ള സമയം കഴിഞ്ഞു. അത് മാത്രമല്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള കാര്യം എന്താ? പ്രസവിക്കാൻ പേടിയുള്ള എനിക്കും പിന്നെ ഒരു ചെക്കപ്പിന് പോലും കൂടെ വരാൻ പറ്റാത്ത മനുവിനും പറഞ്ഞിട്ടുള്ള പണിയല്ല ഈ പ്രഗ്നൻസിയും കുട്ടിയൊക്കെ. എടി, ഒരു ദിവസം നിന്റെ കൂടെ ചെക്കപ്പിന് വരാത്തതിനാണ് നീ ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് സംസാരിക്കണം? ഞങ്ങളോട് ജീവിക്കാൻ ആഗ്രഹിച്ച് എൻ്റെ വീട്ടുകാരായിട്ട് വഴക്കുണ്ടാക്കി വന്ന ആളാണ് ഞാൻ. നമ്മൾ പ്ലാൻ ചെയ്യാതാണെങ്കിലും ദൈവം നമുക്കൊരു കുഞ്ഞിനെ തന്നു. ഞങ്ങൾക്കാണെങ്കിൽ ജോലി തുറക്കും, എൻ്റെ കൂടെ ചിലവാക്കാൻ സമയവുമില്ല. എനിക്കാണെങ്കിൽ എങ്ങനെ പ്രസവിക്കുന്നുള്ള പേടിയാ. നിങ്ങൾക്കറിയോ, എൻ്റെ ടെൻഷൻ കൂടി വരിക. അത് ചിലപ്പോൾ നമ്മുടെ കൊച്ചിനെ വരെ ബാധിക്കും. പിന്നെ എനിക്കിഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി തരാനോ എൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കാനോ ഈ വീട്ടിൽ ആരുമില്ല. നിങ്ങൾ ജോലിക്ക് പോയാൽ എനിക്ക് ഭയങ്കര ഒറ്റപ്പെടല. ശരിക്കും ഞാൻ എൻ്റെ അമ്മേനെ മിസ് ചെയ്യുന്നുണ്ട്. എടി, നീ അല്ല ഈ ലോകത്തിലെ ഏറ്റവും ആദ്യമായിട്ട് പ്രസവിക്കാൻ പോണ പെണ്ണ്. നീ എന്തിനാണ് ഇത്രയും പേടിക്കണത്? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കുത്തിയിരുന്ന റീലൊക്കെ കണ്ടിട്ട് അതിലെ ഗർഭിണിയായിട്ടുള്ള ഓരോ പെമ്പിള്ളേർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതാ. നീ ആദ്യം ഇതൊക്കെ ഒന്ന് നിർത്ത്. നിന്റെ ഫാമിലിയെ മിസ് ചെയ്യാതിരിക്കാനും നിനക്ക് വേണ്ട ചികിത്സക്കൊക്കെ വേണ്ടിയിട്ടാ ഞാൻ ഈ കിടന്ന് പോയി പണി ചെയ്യണത്. അത് നീ ആദ്യം ഒന്ന് മനസ്സിലാക്കി. നീ എന്താന്ന് വെച്ചാ ചെയ്യ്. മോനെ, ദിവ്യയുടെ പ്രസവം കഴിയുന്നവരെ ഞാനിവിടെ വന്ന് നിന്നാലോ എന്ന് ആലോചിക്കുന്നു.
നിനക്കതിൽ വല്ല എതിർപ്പുണ്ടോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല അച്ഛാ. ഈ വയ്യാത്ത അച്ഛനാണ് അവളെ നോക്കാൻ പോണത്. അവൾക്ക് എപ്പോഴും പിണക്കവും പരുവവും ഒക്കെ തന്നെ. അതൊന്നും അച്ഛൻ മൈൻഡാക്കാൻ പോകണ്ട. മോനെ, അങ്ങനെയല്ലടാ പറഞ്ഞത്. നിന്നെ ഗർഭിണിയായിരുന്നപ്പോൾ കുടുംബത്തിന് വേണ്ടി ഞാൻ പുറത്തായിരുന്നു. നിൻ്റെ അമ്മയാണെങ്കിൽ നമ്മുടെ കൂട്ടുകുടുംബത്തിലെ 10-15 പേരെ നോക്കി അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു. പ്രസവ സമയത്ത് എനിക്ക് വരാനോ അവളുടെ കൂടെ നിൽക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഗർഭിണിയായിരുന്ന സമയത്ത് അവൾക്ക് നല്ല ആഹാരം കിട്ടിയോ ഇതൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രസവാനന്തരം അവൾക്ക് കിട്ടേണ്ട ചികിത്സയും കാര്യങ്ങളും ഒന്നും അവൾക്ക് കിട്ടിയിട്ടുമില്ല. അവളാണെങ്കിൽ അവളുടെ ആരോഗ്യ കാര്യങ്ങളിലൊന്നും ശ്രദ്ധിച്ചിട്ടുമില്ല. പോകെ പോകെ നിൻ്റെ അമ്മയുടെ ആരോഗ്യം വളരെ മോശമായി. അവൾ വീണു. അപ്പോഴത്തേക്കും നമുക്ക് ജീവിക്കാനുള്ളതെല്ലാം അച്ഛൻ ഉണ്ടാക്കി. പക്ഷേ അത് അനുഭവിക്കാൻ അവൾക്ക് യോഗമില്ലാതായി. അച്ഛാ, അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളല്ലേ. ഇന്നിപ്പോൾ ദിവ്യയുടെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ഞാൻ ഇല്ലേ. അവൾക്ക് പിന്നെ എപ്പോഴും ഈ പിണക്കവും പരുവവും പറയാനേ സമയമുള്ളൂ. ഏത് സമയത്തും ഒരു മൂഡ് സ്വിങ്സ്. അല്ല, ഗർഭിണിയായിരിക്കുമ്പോഴേ ഒരു പെങ്കൊച്ചിന് ഏറ്റവും അത്യാവശ്യമുള്ള അമ്മയുടെ സാന്നിധ്യമാണ്. അല്ലെങ്കിൽ നിൻ്റെ അമ്മ ഉണ്ടായിരുന്നാലും മതിയായിരുന്നു. അവൾ പൊന്നുപോലെ നോക്കുമായിരുന്നു. ഇവിടെ ആണെങ്കിൽ അതുമില്ല. അവളെ മനസ്സിലാക്കാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ? അതിൻ്റെ ഇടയിൽ നീയും കൂടെ ഇങ്ങനെ പെരുമാറിയാൽ അവളെ നമുക്ക് നഷ്ടമാവും. പിന്നെ നീ ഈ പണിയൊക്കെ എടുക്കുന്നത് ആർക്ക് വേണ്ടി? ഈ ഗർഭവും പ്രസവവും എന്നൊക്കെ പറയുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ഒരു പെണ്ണിൻ്റെ മനസ്സും ശരീരവും എല്ലാം മാറുന്ന സമയമാണ്. പേടിയും സങ്കടവും സന്തോഷവും എല്ലാം കൂടുതലായിരിക്കും. ഈ സമയത്തല്ലേ നീ അവളുടെ കൂടെ ഉണ്ടാകേണ്ടത്. അച്ഛൻ പറഞ്ഞതേ ഉള്ളൂ, നീ ഒന്ന് ആലോചിക്കും. പ്രസവം അത്ര വലിയ സംഭവമാണ് എങ്കിൽ പിന്നെ അതൊന്നും അറിയണമല്ലോ. മോനെ, എന്താ എന്ത് പറ്റി? ഇത് സെറ്റായി. എന്തിനാ മനു ഇത്രയും സാധനങ്ങൾ? ഇതൊക്കെ വേണോ? എടി, ഇത് നിനക്കുള്ളത്, ഇത് കുഞ്ഞിനുള്ളത്. എല്ലാം സെറ്റായി. മനു നമ്മളോട് സ്ഥിരതാമസത്തിന് പോലല്ലോ. എല്ലാം ഭംഗിയായിട്ട് പെട്ടെന്ന് കഴിയുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരില്ലേ? എല്ലാ സാധനങ്ങളും കരുതണം. എൻ്റെ ഒരു കണ്ടെത്തൽ ഇത്രയും ഐറ്റംസ് വേണം. നിനക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. പിന്നെ അവസാന സമയത്ത് അതില്ല ഇതില്ലെന്ന് പറഞ്ഞ് എന്തിനു വെറുതെ ഒരു സംസാരം? പൊന്നു മോനെ, ഈ തുണി നോക്ക്, നീ പറഞ്ഞ കളറാണ്. അച്ഛാ, ഇത് പർപ്പിൾ അല്ലല്ല. ഞാൻ അച്ഛൻ്റെ അടുത്ത് പർപ്പിൾ അല്ലേ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞത്. അതിലാണ് എനിക്ക് കുഞ്ഞിനെ ആദ്യമായിട്ട് കിടത്താൻ. എടാ, എനിക്കിതേ അറിയാവൂ. ഇനി നീ പോയി നോക്ക്. അല്ലെങ്കിൽ അച്ഛനെ ഏൽപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അച്ഛൻ ഒരു കാര്യം ചെയ്യും, അവിടെ ഞാൻ സാനിറ്റൈസ് ചെയ്ത് എൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഇവളിവിടെ ലേബർ റൂമിൽ കയറുമ്പോൾ എനിക്ക് ഇടേണ്ടതാണ്. അച്ഛൻ അതൊന്ന് എടുത്തോണ്ട് വന്നേ. പിന്നെ കൈ കഴുകിയിട്ട് വേണം എടുക്കാൻ. ഇവന് കേറി കുറച്ച് കൂടുതലായിരുന്നു. എനിക്ക് നല്ല പേടിയുണ്ട്. ഞാൻ എൻ്റെ കൂടെ ലേബർ റൂമിൽ കാണും. എടോ, ഞാൻ തൻ്റെ കൂടെ തന്നെ കാണും.